ഞങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. താങ്കളുടെ മക്കൾക്കാണെങ്കിൽ ദുരനുഭവം ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആ പാലത്തിൽ തന്നെ വീണ്ടും കടത്തിവിടും? ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ സ്വന്തക്കാർ തന്നെയാണ്, എൻ്റെ പിള്ളേരെ പോലെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ ചോദിക്കരുത്, അത് ശരിയല്ല. അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടത് വണ്ടി കയറുന്നൊരു പാലം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ ജീവൻ ഹോമിച്ചിട്ട് വേണോ അത്? എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അത് തന്നെ ഉടനെ തന്നെ ചെയ്യും. അന്ന് നിങ്ങളോട് 6 മാസത്തിനുള്ളിൽ തീർക്കുമെന്നാണ് പറഞ്ഞത്. 6 മാസമല്ല, ഒരു കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നീട് അവരതിൽ നിന്ന് പിന്മാറി. പക്ഷേ പഞ്ചായത്ത് അതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. വണ്ടി കയറുന്ന ഒരു പാലം ഉടനെ തന്നെ അവിടെ നിർമ്മിക്കും. എന്ന് താമസിക്കാതെ. 2 കുട്ടികളാണ് വീണത്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ശരിയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്കൊരു വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പാലം റെഡിയാക്കാൻ പോകുന്നത്. അല്ല, ഈ റെഡിയാക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴും അത് സ്വകാര്യ വ്യക്തികൾ റെഡിയാക്കി കൊടുക്കാൻ തയ്യാറാണ്. പഞ്ചായത്താണ് ഇവിടെ ഒരു വില്ലൻ. പ്രത്യേകിച്ച് ആ തൊട്ടടുത്ത് താമസിക്കുന്ന താങ്കൾ, വൈസ് പ്രസിഡന്റ്. പഞ്ചായത്ത് വില്ലൻ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടും പഞ്ചായത്തിൽ ആരെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ പാലം പണിയാനായിട്ട് ഒരു അറിയിപ്പ് ഇതുവരെ തന്നിട്ടില്ല. പിന്നെ എങ്ങനെ പഞ്ചായത്തിന് നിരുത്തരവാദം എന്ന് പറയും? അവർ തന്ന പരാതി കാണിക്കട്ടെ. അവരങ്ങനെ എഴുതി. പക്ഷെ പഞ്ചായത്തിൽ അവർ അനുമതി വേണമെന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കൂ. ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ അതിന് തൊട്ടടുത്ത് താമസിക്കും, താങ്കളുടെ മക്കളെ ആണെങ്കിൽ അതുവഴി കയറ്റി വിടുമോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചതാണ്. നമ്മൾ പഠിക്കുന്ന ഞാനൊക്കെ നടന്നുപോയി പഠിച്ചവരാ. അല്ല, ഞാനൊന്നും നടന്നുപോയി പഠിച്ച ആളാ. ഞങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. താങ്കളുടെ മക്കൾക്കാണെങ്കിൽ ദുരനുഭവം ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആ പാലത്തിൽ തന്നെ വീണ്ടും കടത്തിവിടുമോ? ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ സ്വന്തക്കാർ തന്നെയാണ്, എൻ്റെ പിള്ളേരെ പോലെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ ചോദിക്കരുത്, അത് ശരിയല്ല. അതായത് ഞാൻ ചോദിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. കാരണം താങ്കൾ ഇപ്പം ഞങ്ങളെ കണ്ടുകൊണ്ട് തിരിച്ചു വന്നതാണ്, താങ്കൾ അങ്ങോട്ട് വന്ന ആളാണ്. എന്നാൽ അങ്ങോട്ട് വരാത്ത എന്താ കാര്യം? എന്താ അവർ അത്രയും പേര് അവിടെ കൂടുന്നത്? ഞാനെന്തിനാ നിങ്ങളെ നാട്ടുകാരെ? ഞങ്ങളെയല്ല, നാട്ടുകാർ. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ വരാനല്ല. ഇവിടെ എന്റെ 15 ലക്ഷം രൂപ മുടക്കി NRG. ഈ റോഡ് എവിടേക്കാ? ഈ റോഡ് വാദ്യാമേഖല എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഒരു വണ്ടി യാത്ര ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കയറുന്ന. അല്ല, നിങ്ങളെ കണ്ടുകൊണ്ട് ഞാനെന്തിനാ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനെക്കാട്ടിയും അർജന്റ് ആയിരുന്നില്ലേ ആ കുട്ടികളുടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്ന പാലം ശരിയാക്കാൻ? പാലത്തിനൊക്കെ ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഫണ്ട് വേണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ സമയബന്ധമായിട്ട് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴും കുട്ടികൾ അങ്ങനെ പോകട്ടെ എന്ന്? അല്ല, അത് കൃത്യമായിട്ടും പഞ്ചായത്ത് മെയിൻ്റെനൻസ് ചെയ്താണല്ലോ. സ്കൂൾ തുറക്കാൻ ഇനി എത്ര ദിവസമുണ്ട്? സ്കൂൾ തുറക്കാനായിട്ട് ജൂൺ 1 സ്കൂൾ തുറക്കും. 3 സ്കൂൾ തുറക്കും. ജൂൺ 3 സ്കൂൾ തുറക്കട്ടെ, കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ കുട്ടികൾ. തീർച്ചയായിട്ടും അത് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടത് വണ്ടി കയറുന്നൊരു പാലം അവിടെ ഉണ്ടാക്കും. എന്നുള്ളതാണ് ചോദ്യം. ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ ജീവൻ ഹോമിച്ചിട്ട് വേണോ അത്? എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അത് തന്നെ ഉടനെ തന്നെ ചെയ്യും. അത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് 6 മാസം മുൻപ് നമ്മുടെ ചർച്ചയിൽ തന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ റിപ്പോർട്ടർ TV ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു. അന്ന് പോലും പറഞ്ഞത് വേണ്ട, പഞ്ചായത്ത് ഇത് ഉടൻ 6 മാസത്തിനകം റെഡിയാക്കുന്നതാണ്. അതിനുശേഷമാണ് 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും സ്വന്തം നാട്ടുകാരനായ അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന വൈസ് പ്രസിഡന്റ് നിലപാടാണ് ശരിയാക്കും എന്നുള്ളത് പഞ്ചായത്തിന്റെ നിലപാടുകളാണ് എന്നുള്ളതാണ്.